രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോ നാഥൻ. യെശയ്യാ 59:2. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതിന് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിന്റെ അകൃത്യങ്ങളാണ്. ഈശോയുടെ സൗഖ്യത്തിൻ്റെ കരസ്പർശത്തിലേക്ക് ഹീലിംഗ് ടച്ച് നിങ്ങളെ സ്വാഗതമരുളുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നമ്മളെ വേട്ടയാടിയിരിക്കുന്ന സാമ്പത്തിക തകർച്ചകളിലേക്കാണ്. ചില അച്ചടക്കമില്ലാഴിക, ചില ആത്മീയ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കി ഒരു ഉയർച്ചയില്ലാതെ സാമ്പത്തിക മേഖലകളെ പിടിച്ചുലച്ച് നമ്മൾ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അവയുടെ കാരണങ്ങളിലേക്ക് നമ്മളിന്ന് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. വീടും ഭൂമിയും സ്വത്തും ബിസിനസ്സും എല്ലാം ഉണ്ടായിട്ടും നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എടുത്താൽ ചില കുടുംബങ്ങളിലൊക്കെ ഒരു സുഭിക്ഷത കടന്നു വരാത്തതായി നമുക്ക് കാണുവാൻ പറ്റും. ഇന്ന് ഹീലിംഗ് ടച്ച് ഏറ്റെടുക്കുന്നത് ഈ ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വചനത്തിലൂടെ ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുക, ഇതിനെ മാറ്റിമറിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് ഇന്ന് ഈ കാര്യം നമ്മുടെ നെഞ്ചിലേക്ക് വിട്ടുകൊടുക്കാം. നമുക്കൊന്നിയേർന്ന് TV സ്ക്രീനിലേക്ക് നമ്മുടെ മനസ്സുകളെ ചേർത്ത് വെക്കാം. ഒന്നിയേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നേരിട്ട തകർച്ചയിൽ നീ വിലപിക്കുകയാണോ? ദൈവം എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന് നീ വിലപിക്കുന്നുവോ? ഇനി ആരും എന്നെ രക്ഷിക്കില്ല, ദൈവത്തിനു പോലും സാധ്യമല്ല എന്ന് നീ ഹൃദയത്തിൽ പറയുന്നുവോ? സുഹൃത്തുക്കൾ നിന്നെ വഞ്ചിച്ചുവോ? നിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം വലിയ തെറ്റുകളിലേക്ക് എത്തിച്ചേർന്നുവോ? ഇന്നലെ വരെ ചിരിച്ച് കൂടെ നിന്നവർ അകന്നു തുടങ്ങിയോ? ആരുമില്ലാതെ നീ ഏകനാകുന്നുവോ? നിന്റെ ഫോണിലെ ഓരോ ശബ്ദവും നിന്നെ ഭയപ്പെടുത്തുന്നുവോ? ഇതാ നിന്റെ ആശ്രയമായവൻ നിന്നെ സഹായിക്കുവാൻ നിന്റെ ചാര അണയുന്നു. ഇത് ദൈവപുത്രനായ യേശുവിൻ്റെ കരം. ഈ കരത്തിനു താഴെ നീ സുരക്ഷിതനാണ്. നിന്റെ ആകുലതകൾ ഈ ദൈവപുത്രന്റെ ഹൃദയത്തിൽ നൽകുക. നിന്റെ കടബാധ്യതയേക്കാൾ, നിന്റെ നിരാശയേക്കാൾ, നിന്റെ തകർച്ചകളേക്കാൾ ഇനി നീ ശ്രദ്ധിക്കേണ്ടത് ഈ മുഖത്തിലെ കരുണയാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവപുത്രനാണ്. ആരും തുറക്കാത്ത വാതിലുകൾ നിനക്ക് തുറന്നു തരുവാൻ അവൻ ശക്തനാണ്. ഇന്നോളം നിന്നെ നടത്തിയ വഴികളിൽ നിന്നെ കാത്തുരക്ഷിച്ചത് ഈ ദൈവപുത്രനാണ്. ഇനിയും അവൻ അതുതന്നെ ചെയ്യും. നിന്റെ ജീവിതം ഈ ദൈവപുത്രന്റെ കരത്തിനു കീഴിൽ സമർപ്പിക്കുക. മുഖമുയർത്തി അവനെ നോക്കുക. ഹീലിംഗ് ടച്ച് ഇന്ന് നമുക്ക് നൽകുന്ന ദൈവവചനം എന്തെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് വളരെയധികം കുടുംബങ്ങൾ സാമ്പത്തികമായി ഒരു പരാധീനതയിലാണ്.
സാമ്പത്തികമായി ഉണ്ടാകുന്ന തകർച്ചകൾ പല കുടുംബങ്ങളെയും വ്യക്തികളെയും വിശ്വാസത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. സ്വത്തും സൗകര്യങ്ങളും വീടും ബിസിനസ്സും എല്ലാം ഉണ്ടായിട്ടും ഇന്ന് പല കുടുംബങ്ങളിലും ഒരു സുഭിക്ഷതയില്ലാതെ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. എവിടെയാണ് കുഴപ്പം? എന്താണ് കാരണം? നമ്മൾ ഇതിന്റെ ആഴത്തിലേക്ക് ഒന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ തൃശൂർ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് കടന്നു ചെന്നു. പ്രോഗ്രാമിന് ശേഷം പ്രാർത്ഥിക്കുവാനായി പ്രായമായ മാതാപിതാക്കന്മാർ കടന്നു വരികയാണ്. പ്രാർത്ഥിക്കുന്ന സമയം ഈ പിതാവും മാതാവും പൊട്ടിപ്പൊട്ടി കരയുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവർ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ മകൻ ഞങ്ങളെ വിട്ടുപോയി എന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, കാര്യം ഇതായിരുന്നു. കഴിഞ്ഞ നാളിൽ പേപ്പറുകളിലൂടെ കടന്നു വന്ന ഒരു ന്യൂസ്. ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും ജീവിതത്തെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് ഒരു ഹോട്ടൽ മുറിയിലോ അവരുടെ വീടിന്റെ ഫ്ലാറ്റിലോ വെച്ചോ നഷ്ടമായ ഒരു സാഹചര്യം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇവരുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ ഒരു തകർച്ച ഉണ്ടായി എന്നത് സത്യം തന്നെ. എന്നിരുന്നാലും അവർക്ക് വീടും അവരുടെ സ്വത്തും അവരുടെ ഭൂമിയും ബിസിനസ്സും അവരുടെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ നാളിൽ അവർ വീട്ടിൽ വന്നപ്പോൾ ഇനി അടുത്തു വരുന്നത് എന്നാണെന്നും വീട്ടിലെ ഉണ്ടാകാൻ പോകുന്ന ഫംഗ്ഷൻ എന്തെന്നും വരെ പറഞ്ഞിട്ട് പോയവർ പെട്ടെന്നൊരു ദിവസം മരണത്തിലൂടെ കടന്നുപോയി. എവിടെയാണ് കുഴപ്പം? ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഒരു സാമ്പത്തിക തകർച്ചകൾ കൊണ്ട് മാത്രമല്ല ഇതുണ്ടായിരിക്കുന്നത്. പിന്നെയോ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു വന്ന അവിശ്വാസത്തിന്റെ വിത്ത് ഇവരെ പ്രതീക്ഷ കൊടുക്കാതെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിച്ചു. ബൈബിളിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ആദ്യ വാക്ക് എന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യമാണ്. നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ ദൈവം നമ്മളോട് ഇങ്ങനെയാണ് അരുളി ചെയ്തത്. ദൈവം മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. എന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ആകാശത്തിലെ പറവകളെയും കടലിലെ മത്സ്യങ്ങളുടെ മേലും ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെ മേലും നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കട്ടെ എന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അനുഗ്രഹിക്കപ്പെടുവാനും ഈ ലോകത്തിൽ സകലത്തിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാനുമാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം തൻ്റെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഈ ലോകത്തിലുള്ള സാഹചര്യങ്ങളുടെ മേൽ വിജയം പ്രഖ്യാപിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്. ഇനിയും ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം എടുത്താൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. 12-ാം അധ്യായം 1 തൊട്ട് 4 വരെ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെയാണ് പറയുക. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ നിൽക്കുന്ന ദേശം വിട്ട് ചാർച്ചക്കാരെയും ബന്ധുഭവനത്തെയും വിട്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ നടക്കണം. എന്നിട്ട് വചനം പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, നീ ഒരു അനുഗ്രഹമായി മാറുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുക എന്നതിനേക്കാൾ ഉപരിയായി അനുഗ്രഹമാകണമെന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നു. ഈ ലോകത്തിൽ സാമ്പത്തിക അനുഗ്രഹമല്ല ഏറ്റവും പ്രധാനം, അത് നമ്മൾക്കറിയാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ പദ്ധതിയും
ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവം നമ്മൾക്കായി നൽകിയിരിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളുമാണ്. അതോടൊപ്പം നമ്മളുടെ നിത്യജീവൻ വളരെ പ്രധാനമാണെന്നും സഭ നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്കും ദൈവത്തിന്റെ വാക്കുകൾക്കും അപ്പുറമായി നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ കടന്നു വരുന്നു. ദൈവം നമ്മൾക്കായി അനുവദിച്ചിരിക്കുന്ന ചില ക്രിസ്തീയ സഹനങ്ങളുണ്ട്. അവയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ ഈ അനുഗ്രഹത്തിനും ഈ വിശുദ്ധീകരണത്തിനും അപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പ്രശ്നങ്ങളെ, ഈ സാമ്പത്തിക തകർച്ചകളെ എങ്ങനെയാണ് നമ്മൾ നേരിടുവാൻ പറ്റുക? ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ജെറമ്യ 29:11 നമുക്കറിയാവുന്നതാണ്. ദൈവത്തിന് നമ്മുടെ മേൽ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത്. ആ പദ്ധതിയുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മളെ ചില പ്രയാസ പ്രശ്നങ്ങളുടെ മേൽ ചില കൈകൾ വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നമ്മളെ തകർക്കുവാൻ തക്കവിധം കടന്നു വരുന്നുണ്ട് എങ്കിലും ദൈവം അതിൻ്റെ മേൽ കരുത്തെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. എവിടെയാണ് ഞാൻ തിരിച്ചറിയേണ്ടത്? ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന് ആത്മീയമായി ഞാൻ തിരിച്ചറിയാതെ ഈ നസ്രായന്റെ കരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല. ആദ്യമായി ഞാൻ തിരിച്ചറിയേണ്ടത് ഈ ക്രൂശിതന് എൻ്റെ മേൽ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. ഇവൻ തകർക്കപ്പെട്ടത്, ഈ ഈശോ മരിച്ചത് എനിക്കായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രയാസങ്ങളെ ഞാൻ തിരിച്ചറിയണം. അതോടൊപ്പം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ നാശങ്ങൾ കടന്നു വരുന്നത് എന്നത് തിരിച്ചറിയുവാൻ ഞാൻ എന്നിലേക്ക് നോക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, എൻ്റെ ജീവിതത്തിൽ ഈ സാമ്പത്തിക തകർച്ചകൾ വരുവാൻ കാരണം ചിലപ്പോൾ ഞാൻ ദൈവ പദ്ധതിക്കും ദൈവത്തിൻ്റെ നിയമത്തിനും സഭയുടെ കൽപ്പനകൾക്കും എതിരായി കടന്നുപോയതാണോ എന്ന് ഞാൻ തിരിച്ചറിയേണ്ടി വരും. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്ന് തിരിച്ചറിയുന്നത് അനുഗ്രഹത്തിന് നല്ലതാണ്. ചില വ്യക്തികൾ വിളിച്ചു പറയാറുണ്ട്, സാമ്പത്തികമായി ഒന്നുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ഞങ്ങൾ തകർക്കപ്പെട്ടു എന്നത്. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക, കാരണമില്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നകത്തേക്ക് നോക്കിയാൽ ആരോടെങ്കിലും തീർത്താ തീരാത്ത വിദ്വേഷമോ ക്ഷമിക്കാനാവാത്ത സാഹചര്യമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അറിഞ്ഞോ അറിയാതെയോ ഭാഗ ഉടമ്പടിയുടെ പേരിലും സഹോദരനോട് വെറുക്കുന്ന സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായി എൻ്റെ ജീവിതത്തെ ഒരു സാമ്പത്തിക തകർച്ചയോ മറ്റു തരത്തിലുള്ള തകർച്ചയോ കൊണ്ടുവരുവാൻ സാത്താൻ അവകാശം സൃഷ്ടിക്കും. ചില സാത്താന്റെ വഴികൾ നമ്മുടെ ജീവിതത്തെ നാശത്തേക്ക് കൊണ്ടുപോകും. ചില വ്യക്തികൾ എടുക്കുന്നത് അനുഗ്രഹം തേടി ചില പാപത്തിന്റെ ക്രമങ്ങളിലേക്ക് കടന്നു പോകുന്നതായി കാണുവാൻ പറ്റും. പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാകുവാൻ വേണ്ടി പലിശയുടെ പ്രസ്ഥാനങ്ങളും പലിശ കടങ്ങളും വരുത്തി വെക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ സാത്താൻ ഒരു തകർച്ച എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ചില വ്യക്തികൾ മദ്യപാനമാകുന്ന സാഹചര്യം, മദ്യപാനം ഉറപ്പായും നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതോടൊപ്പം മദ്യപാനമോ പലിശയോ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതായി അനേകരുടെ ജീവചരിത്രം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ അബോർഷനുകളാകാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വേണ്ട എന്ന് വിധി എഴുതിയ ചില കൊലപാതകങ്ങൾ എൻ്റെ ജീവിതത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ കാരണമാകും. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്കൊന്ന് ചിന്തിക്കുക, എവിടെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്? ചില ഒന്നാം പ്രമാണ ലംഘനങ്ങൾ, മറ്റു വിശ്വാസങ്ങളിലും അന്യവിശ്വാസങ്ങളിലും അന്യപൂജകളിലും ഞാൻ ആശ്രയിക്കുമ്പോൾ ഓർക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയിൽ ഞാൻ കുഴി തോണ്ടിക്കഴിഞ്ഞു എന്നുള്ളത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഏതു പാപവും ഈ കുരിശു രൂപത്തിന് അകത്തു വെച്ച് ഈ തിരുവിലാവിലെ മുറിവിൽ വെച്ച് മാറ്റപ്പെടുമെന്നുള്ളത് തിരിച്ചറിയുക. 1 യോഹന്നാൻ 1:7 സകല പാപങ്ങളും ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിന് നടുവിലൂടെ കടന്നു വരുന്ന
യേശുക്രിസ്തുവിന്റെ തിരിച്ചോര തുള്ളികളാൽ കഴുകി മാറ്റപ്പെടുമെന്നുള്ളത് തിരിച്ചറിയുന്നത് നല്ലതാണ്. രണ്ടാമതായി, നല്ലൊരു കുമ്പസാരം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. എവിടെയാണ് ഞാൻ പാപത്തിലൂടെ കടന്നുപോയത്? ഓർക്കുക, എല്ലാ പാപങ്ങളും ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഏറ്റുപറയുവാൻ തയ്യാറെങ്കിൽ ദൈവം അത് ക്ഷമിക്കുവാൻ കരുതലോടെ കാത്തിരിക്കുകയാണ്. നമ്മൾക്ക് ഈ പാപങ്ങൾ ഓരോന്നായി ദൈവത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. ചിലർ ഏറ്റെടുക്കുന്നത് സാമ്പത്തിക മേഖല അനുഗ്രഹത്തിന് വേണ്ടി ലോട്ടറിയും മറ്റു തരത്തിലുള്ള ബിസിനസ്സും ജീവിതത്തിലൂടെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്നുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ നാശമാണെന്ന് ഓർക്കുക. ചിലർ ഏറ്റെടുക്കുന്ന സൊല്യൂഷൻസ് അവരുടെ തന്നെ സൊല്യൂഷനാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, സാമ്പത്തിക തകർച്ച മാറുവാൻ ഒരു ലോണോ അതിന് പകരമായി വേറൊരു ബിസിനസ്സോ വേറൊരു സാഹചര്യമോ അല്ല നമ്മൾക്ക് വേണ്ടത്. ചിലർ വീട് വിറ്റും താമസിക്കുന്ന ഭവനം വിറ്റും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, സൊല്യൂഷൻ, പരിഹാരം എന്ന് പറയുക ഓടി രക്ഷപ്പെടലോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സാമ്പത്തികമോ അല്ല. സൊല്യൂഷനാണ് ഇരുകരങ്ങളാൽ നമ്മുടെ മുമ്പിൽ ക്രൂശിതനായ നസ്രാനായ യേശുക്രിസ്തു. ഹെബ്രായരുടെ പുസ്തകം 13:20 ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ കുരിശിലൂടെ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ സമ്പന്നനാക്കട്ടെ എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് ഈ മേഖലയിൽ ഒരു അനുഗ്രഹം തേടുമെങ്കിൽ എൻ്റെ പാപത്തെ ദൈവത്തിന് വിട്ടുകൊടുത്ത് ഒരു പശ്ചാത്താപത്തിലൂടെ അതുപോലെ ക്ഷമിക്കേണ്ട വ്യക്തിത്വങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് തിരികെ വരുവാൻ തയ്യാറെങ്കിൽ, ചെയ്തു വെച്ച വഴികള്, ചെയ്തു വെച്ച പാപങ്ങളെ അവ ഓരോന്നായി എടുത്തു മാറ്റുവാൻ തയ്യാറെങ്കിൽ, എനിക്കായി സാത്താൻ കൊണ്ടുവച്ച വാതിലുകളിലെ എല്ലാ ഡോറുകളും അടയ്ക്കുവാൻ തയ്യാറെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയുവാൻ തയ്യാറാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം, വളരെ വലിയ ബിസിനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം സാമ്പത്തിക തകർച്ച നേരിട്ടുകൊണ്ട് നാശത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യം. ഒരു ധ്യാനത്തിന് നടുവിൽ ഗൾഫിലെ ഒരു രാജ്യത്ത് വെച്ച് ഈ കുടുംബം കടന്നു വരുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞത് ഇതായിരുന്നു, ഞങ്ങൾ ആകെ തകർച്ചയിലാണ്, അവരുടെ ഭവനം മുഴുവൻ ഇരുട്ടിലാണ്, വേദന അവരെ വേട്ടയാടി കഴിഞ്ഞു, ഇനിയൊരു പ്രതീക്ഷയില്ല, മുന്നോട്ടുള്ള യാത്രകൾ എന്ത് എന്ന് പറയുന്നിടത്ത് ഒരു വാക്ക് അവരൊന്ന് കൈ ചേർത്ത് പിടിച്ചു. മറ്റൊന്നുമായിരുന്നില്ല, യേശുക്രിസ്തുവിൽ മാറാത്തതായ ഒരു കാര്യവും ഈ ലോകത്തിൽ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സൊല്യൂഷൻ, പരിഹാരം എന്നത് നസ്രാനായ യേശുക്രിസ്തുവാണ്. പരിശുദ്ധ കുർബാനയും ആരാധനയിലൂടെ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുവാൻ തയ്യാറെങ്കിൽ, അവന്റെ വചനത്തിലൂടെ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുവാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വാക്ക് അവർ ഏറ്റെടുത്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദിവസങ്ങൾ കാത്തിരുന്നില്ല, അവർ ഒരുമിച്ച് ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തി. അവർ വിളിച്ചു പറഞ്ഞു, യേശുവാണ് ഏക ദൈവം. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. തങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും തങ്ങളുടെ ജീവിതവും അവർ ഏറ്റെടുത്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, പെട്ടെന്ന് തന്നെ അവിടെ ചിന്തകൾക്ക് അതീതമായി അവിടെ ബിസിനസ്സിൽ മാറ്റമുണ്ടായി. ഇതുവരെ ലഭിക്കാത്ത ഓർഡറുകൾ അവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തുടങ്ങി. അങ്ങനെ അവിടെ ബിസിനസ്സിൽ യേശുക്രിസ്തു മാറ്റമേകി. വലിയൊരു വിജയം അവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഫിലിപ്പിയുടെ പുസ്തകം 4-ാം അധ്യായം 19-ാം വാക്യം, യേശു ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ യേശുക്രിസ്തുവിലൂടെ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ സമ്പന്നരാക്കട്ടെ എന്നാണ് ബൈബിൾ പറയുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മളെ സമ്പന്നരാക്കുവാൻ, നമ്മൾക്ക് സുഭിക്ഷതയേകുവാൻ നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. അത് നസ്രായനായ യേശുക്രിസ്തുവാണ്. അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ആത്മീയതയെ നോക്കി എൻ്റെ സകലതും ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറെങ്കിൽ, ഒരു വലിയ സമർപ്പണത്തിന് തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ദൈവത്തിന് മുമ്പിൽ ഒരു പശ്ചാത്താപത്തോടെ, ക്ഷമയോടെ, നല്ല കുമ്പസാരത്തിലൂടെ, വീണ്ടും ഒരു പരിപൂർണ സമർപ്പണത്തിലൂടെ ദൈവരാജ്യത്തിനും ദൈവവേലയ്ക്കും മലാക്കി 4 പ്രകാരം നിങ്ങൾ കൊടുക്കുമെങ്കിൽ ദൈവം നിങ്ങളെ സഭയിൽ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ഇത് തോൽവിയല്ല, ഇത് ദൈവത്തോട് അടുപ്പിക്കാനുള്ള വലിയ വിജയത്തിന്റെ മുന്നോടിയാണ്. നസ്രായൻ ഇതാ നമ്മളെ നോക്കി, ഇതാ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച്
നമ്മൾക്കായി കാത്തിരിക്കുന്നു. കുടുംബമായി നമുക്ക് ദൈവത്തിന് മുന്നിലേക്കൊന്ന് കടന്നു വരാം. കണ്ണുകളൊന്ന് അടച്ച് എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ ഉറവിടമെന്ന് പറയുക ദൈവമാണെന്നുള്ള ബോധത്തോടെ നമുക്ക് ക്രൂശിതന്റെ കാൽപാദത്തിൻ്റെ അടിയിലേക്ക് കടന്നു വരാം. കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്കാം. കഴിഞ്ഞ നാളിൽ ഞാൻ എവിടെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്? ഈ ഈരടികൾ ഏറ്റെടുക്കും. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിൻ്റെ നിറരൂപമല്ലേ. എന്നെ ഞാനിന്നിതാ നിന്റെ പൊൻകൈകളിൽ ഇന്നു നൽകുന്നിതാ, വന്നു വാഴേണമേ. ഒരു വാക്കിൻ്റെ ദയ ഞാൻ കൊതിക്കൂ. ഓ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിൻ്റെ നിറരൂപമല്ലേ. ഹൃദയം നോവും നിമിഷം മിഴിനീർ അറിയാതൊഴുകും. ഹൃദയം നോവും നിമിഷം മിഴിനീർ അറിയാതൊഴുകും. ഒഴുകുന്ന മിഴിനീർ തുടച്ചിടുവാൻ തഴുകുന്ന കരമൊന്നു കാക്കുന്നു ഞാൻ. ഒഴുകുന്ന മിഴിനീർ തുടച്ചിടുവാൻ തഴുകുന്ന കരമൊന്നു കാക്കുന്നു ഞാൻ. ഓ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിൻ്റെ നിറരൂപമല്ലേ. എന്നെ ഞാനിന്നിതാ നിന്റെ പൊൻകൈകളിൽ ഇന്നു നൽകുന്നിതാ, വന്നു വാഴേണമേ. ഒരു വാക്കിൻ്റെ ദയ ഞാൻ കൊതിക്കൂ. ഓ ഓ ഓ ഇതാ ദൈവപുത്രനായ യേശു നിന്റെ ജീവിതത്തെ സ്വന്തമാക്കുന്നു. അതെ, ദൈവപുത്രന്റെ കുരിശിനു താഴെ നിന്റെ തകർച്ചകളെല്ലാം ഉയർച്ചകളാകുന്ന അത്ഭുതം കുടികൊള്ളുന്നു. ഇനിയും നീ നിരാശയിൽ ജീവിതം തള്ളി നീക്കരുത്. നിന്റെ ആകുലതകൾ യേശുവിൻ്റെ നാമത്തോട് ചേർത്തു വച്ചതിനാൽ അവിടുന്ന് നോക്കിക്കൊള്ളും. യേശു അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇനിയും നീ വിലപിക്കരുത്.
നിന്റെ തകർച്ചകളെ ഓർത്ത് കരയരുത്. ദൈവപുത്രനിൽ ആശ്രയം തേടിയ നീ നിരാശപ്പെടുകയില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ്റെ പിന്നാലെ പോയ ആരും ഇന്നോളം നിരാശപ്പെട്ടിട്ടില്ല. കരുണയുള്ള ദൈവം നമുക്കാശ്രയിക്കാനുള്ള സങ്കേതമാണ്, കോട്ടയാണ്. യേശു സകല ചോദ്യങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് ഈശോ എന്താണ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക? നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ ദൈവം ഇന്ന് നമ്മൾക്ക് നൽകുകയാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. എന്താണ് ദൈവം പറയുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അനുഗ്രഹത്തിൻ്റെ വഴികളാണ് തുറക്കുക. ഇന്നു തൊട്ട് എല്ലാ സെക്കൻഡും ഈ വചനങ്ങൾ ഏറ്റുപറയണം. അറിഞ്ഞു അറിയാതെയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ നഗരത്തിലും വയലുകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എൻ്റെ മാവ് കുഴയ്ക്കുന്ന കല, എൻ്റെ അപ്പക്കുട്ടകൾ, എൻ്റെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിടിയത്തില്ല. ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അവകാശമാക്കുക. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അശുദ്ധിയുടെ കോട്ടകൾ, അത് ലൈംഗിക പാപങ്ങളാകാം, ഏത് തരത്തിലുള്ള തെറ്റുമാകാം, വ്യഭിചാരമാകാം, അത് 1-ാം പ്രമാണ ലംഘനമാകാം, അബോർഷനുകളാകാം, കൊലപാതകങ്ങളാകാം, വെറുപ്പാകാം, വിദ്വേഷമാകാം, അതോട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ, ദൈവം നിന്നെ തൊടുവാൻ പോകുന്നത് ലോകത്തിലെ ഒരാളും ഇതുവരെ അറിയാത്ത രീതിയിലായിരിക്കും. അത്രമാത്രം ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്കൊന്നുകൂടെ ഈ വചനങ്ങൾ ചേർത്ത് വെക്കാം. നിയമാവർത്തനം 28 ഹീലിംഗ് ടച്ച് ഇന്ന് നിങ്ങൾക്ക് ഒരു ഹോംവർക്കായി തരികയാണ്. 1 തൊട്ട് 5 വരെയും സാമ്പത്തിക ബാധ്യതയും തകർച്ചയും എടുത്തു മാറ്റുവാൻ ദൈവം തരുന്ന വചനമായി എടുത്തുകൊണ്ട് നമുക്കിങ്ങനെ പറയാം: അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും ഞാൻ അനുഗ്രഹീതനായിരിക്കും. എൻ്റെ സന്തതികളും എൻ്റെ വിളവുകളും എൻ്റെ മൃഗങ്ങളും എൻ്റെ കന്നുകാലിക്കൂട്ടവും എൻ്റെ ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ അപ്പക്കൊട്ടയും എൻ്റെ മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും ഞാൻ അനുഗ്രഹീതനായിരിക്കും. ദൈവം ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഓർക്കുക, നിയമാവർത്തനം 28 1 തൊട്ട് 5 വരെയുള്ള വചനങ്ങൾ മറക്കാതെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ദൈവം നിങ്ങളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ചേർന്നിരിക്കാം യേശു എന്ന ഒരേയൊരു നാമത്തിൽ തന്നെ. ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു. നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ